നമസ്കാരം. കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ദേവികുളം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ രൂപം നൽകിയിട്ടുള്ള ഗോത്രവർദ്ധൻ പദ്ധതി ഹൈക്കോടതി ജഡ്ജ് സി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം നേടുന്നതിൽ ഉന്നതി നിവാസികൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അറിവ് സ്വന്തമാക്കുന്നതിലൂടെ അജ്ഞത മൂലം നിയമക്കുരുക്കുകളിൽ അകപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗോത്രവർഗ വിഭാഗങ്ങൾക്കായി നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇത്തരത്തിൽ സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്ക് അത് ലഭ്യമാക്കുക എന്നതാണ് ഇത്തരം പദ്ധതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജഡ്ജിമാർ മാത്രം പരിശ്രമിച്ചാൽ ഇത് സാധ്യമാവില്ല. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പരിശ്രമം കൂടി ഇതിനാവശ്യമാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ വിശദമായി ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ നിർവഹിക്കുന്നത്. സഹായിക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളല്ല ചോദിച്ചാൽ അതും സ്വാഗതം സൂചിപ്പിച്ചതാണ്. നമ്മുടെ സർക്കാരുകൾ ധാരാളം പദ്ധതികൾ നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവയുടെ ആനുകൂല്യം നിങ്ങളിൽ ഓരോരുത്തരും എത്തിയോ എന്ന് ചോദിച്ചാൽ കുറച്ചു കിട്ടുന്നതായിരിക്കും, പക്ഷേ പലർക്കും കിട്ടാത്തവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള ഈ പദ്ധതികളുടെ ആനുകൂല്യമാർക്കെങ്കിൽ കിട്ടാതിരിക്കുകയാണെങ്കിൽ അവർക്ക് നേടിത്തരിക എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ജോലിയാണ്. ഇപ്പൊ നമുക്ക് സംശയം കോടതികൾക്ക് ഇതെന്താ കാര്യം, ലഭ്യമാക്കി ഇതെന്താ കാര്യം ചോദിക്കണം. പക്ഷേ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തൊരു കാര്യമാണ് സാമ്പത്തികമായും അല്ലെങ്കിൽ സാമൂഹ്യമായും നിയോഗത്തിലുള്ള ജനവിഭാഗത്തിന് നീതി ലഭ്യമാക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കോടതിയിലുള്ള ലഭ്യമാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നീതി ലഭ്യമാക്കി നൽകേണ്ടതിന്റെ ഭാഗമായി ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ രംഗത്ത് നിങ്ങളെ സഹായിക്കുന്നതിന് മുന്നോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ജഡ്ജിമാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. സർക്കാരിന്റെ പൂർണ്ണമായ സഹകരണം ആവശ്യമുണ്ട്. സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളുടെയും പൂർണ്ണമായ സഹകരണം ആവശ്യമുണ്ട് അതിന്. അതുകൊണ്ടാണ് ഗവൺമെന്റുമായിട്ടും ഗവൺമെന്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലും ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ താവൂർ ജില്ലാ കോടതിയുടെ ഒക്കെ നേതൃത്വത്തിൽ അതാത് മേഖലകളിൽ ഈ ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംരംഭം നടത്തുന്നത്. അതിന്റെ പേരാണ് ഗോത്ര വർദ്ധന. അതിന്റെ ലക്ഷ്യം ചുരുക്കി പറഞ്ഞാൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനം, അവരുടെ ഉയർച്ച, അവരുടെ പുരോഗതി, അതാണ് ലക്ഷ്യം. ഇപ്പൊ ഞാൻ കുറച്ച് പല സ്കീമുകളും ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ട്.
കുറച്ച് പേർക്ക് കിട്ടുന്നതാവാം, പക്ഷേ പലർക്കും കിട്ടാത്തവരുണ്ട്. അത് ഞങ്ങൾ വലിയ കേസുകളിലൂടെയും മറ്റ് ഞങ്ങൾ നിയമസേവന അതോറിറ്റി വഴി നടത്തിയ അന്വേഷണങ്ങളിൽ മനസ്സിലായിട്ടുണ്ട് പലർക്കും അർഹതപ്പെട്ട പലർക്കും ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന്. അപ്പൊ എങ്ങനെ അവർക്ക് കൂടി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ചിന്തിച്ചതിന്റെ ഭാഗമാണ് ഈ പ്രോഗ്രാം, ഈ ബോധവൽക്കരണ പ്രോഗ്രാം. കോഴിക്കോട് തെങ്കാശിനാഥൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജഡ്ജ് ജോൺസൺ MI അധ്യക്ഷത വഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ലീഗൽ സർവീസ് അതോറിറ്റി തയ്യാറാക്കിയ കൈത്താങ് പദ്ധതി ജില്ലാ ജഡ്ജ് സനു S പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഉന്നതി നിവാസികൾക്ക് പരാതികൾ അറിയിക്കുന്നതിനുള്ള സംവിധാനമാണ് പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളതെന്നും 96 96 40 23 83 എന്ന മൊബൈൽ നമ്പറിൽ വിളിച്ച് പരാതി അറിയിച്ചാൽ പരമാവധി വേഗത്തിൽ നീതി ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാർ DYSP C ചന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ADM ശ്രീജിത്ത് S, മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ്, കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S ശിവൻരാജ്, അടിമാലി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ മധുസൂദനൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ജില്ലാ ജഡ്ജ് ജോഷി ജോൺസൺ സ്വാഗതവും ഇടുക്കി ജില്ലാ ലീഗൽ അതോറിറ്റി സെക്രട്ടറി സജി AN കൃതജ്ഞതയും രേഖപ്പെടുത്തി. പരിപാടിയോടനുബന്ധിച്ച് അദാലത്തും ആയുർവേദ അലോപ്പതി വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി മെഡിക്കൽ ക്യാമ്പും ആധാർ അടക്കമുള്ള രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.